മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2017 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്കും ലോക്സഭയിലേക്കും എത്തി. ചില്ലറ വിവാദങ്ങളൊക്കെ പിന്നാലെ ഉണ്ടായെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായും വീണ്ടും മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ ആരാകും ഇടതുമുന്നണി ഇറക്കുക എന്ന ചോദ്യമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് MP ഫൈസലായിരുന്നു. ഇത്തവണ ആര്? ശ്രീ സജീവൻ. അവിടെ മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിയോട് ഏറ്റുമുട്ടാൻ പറ്റാവുന്ന ആര്, ഏറ്റുമുട്ടാൻ കുഞ്ഞാലിക്കുട്ടിക്ക് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റിയ ഒരാളാര് എന്നല്ലാതെ അവിടെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആളാരെന്നുള്ള കാര്യത്തിൽ CPM LDF ഒന്നും തീരുമാനിക്കില്ല. അവരങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല. അവിടെ ഏറ്റവും കേരളത്തിൽ UDF കിട്ടാവുന്ന ഏറ്റവും ശക്തമായ മണ്ഡലമാണ് മലപ്പുറം. ആ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ. അതിനു മുമ്പ് മഞ്ചേരി ഉണ്ടായ സമയത്താണ് ഹംസ ജയിച്ചിരുന്നത്. അന്ന് അക്കാലത്തുണ്ടായിരുന്ന 2 മണ്ഡലങ്ങൾ, കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ബേപ്പൂരും കുന്നമംഗലവും ഇപ്പോൾ ആ മണ്ഡലത്തിൽ മലപ്പുറത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും ശക്തമായ രൂപത്തിൽ മത്സരിക്കാവുന്ന സ്ഥലമാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിലമ്പൂരും വണ്ടൂരും ഈ മണ്ഡലത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ മഞ്ചേരി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന പേടിക്കേണ്ട എല്ലാ ഘടകങ്ങളും മാറിയിട്ടുള്ള മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന, അവർക്ക് ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും ശക്തനായ നേതാവാണ്. അവിടെ പകരമായിട്ട് ആരെ മത്സരിപ്പിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച പോലെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ പേരിന് മാത്രമായിരുന്നു. അങ്ങനെ ആരെങ്കിലും കണ്ടെത്താനല്ലാതെ എനിക്ക് തോന്നുന്നില്ല വളരെ ശക്തരായിട്ട്. ഇപ്പം KT ജലീലിനെ പോലെ സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ ഹംസയെ പോലെ സ്ഥാനാർത്ഥിയൊക്കെ, ഹംസ ഇപ്പോഴെന്തായാലും മത്സരിക്കില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ നിർത്താനുള്ള സാധ്യത കുറവായിരിക്കും. ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ, അതാരുമാകാം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, അതിനകത്ത് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ അത്ര താല്പര്യപ്പെട്ടിരുന്നു. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ താല്പര്യപ്പെട്ടിരുന്നു എന്ന് കേട്ടിരുന്നു. ഒരുപക്ഷെ ഈ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നപ്പോഴായിരിക്കണം ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UP-യിലെ ഒരു ഘടകകക്ഷിയാണ്. അധികാരത്തിൽ വന്നാൽ അവിടെ ഒരു PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിലെ വേറൊരു ഒരു ബ്രേക്ക് ത്രൂ, ഒരു ടേൺ ആണ്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിനൊപ്പം തന്നെ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരാനുള്ള തിരിച്ചു വരാതിരിക്കണമെങ്കിൽ രാജ്യത്തെ ജനത UP-യെ അധികാരത്തിലെത്തി. അവിടെ ഉള്ള കാര്യം നിയമസഭയിലേക്ക് പോയാലും തിരിച്ച് ലോക്സഭയിലേക്ക് പോയാലും ഏത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും ജയിക്കാമെന്നുള്ള കോൺഫിഡൻസ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ളതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ശ്രീ ജയശങ്കർ, എല്ലാ വർത്തമാനവും ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയിലാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം, ഈ അഹമ്മദിനുണ്ടായിരുന്ന ഭൂരിപക്ഷം ഒന്ന് കുറയ്ക്കാനാണ് ഉപതെരഞ്ഞെടുപ്പിൽ ആകെ ഇടതുമുന്നണിക്ക് അന്ന് കഴിഞ്ഞത്. വോട്ട് ഷെയറൊക്കെ വെച്ച് അന്നൊരു ചെറിയ തർക്കമൊക്കെ ഉണ്ടാക്കിയത് ഒഴിച്ചാൽ ഫൈസലാണെന്ന് മത്സരിച്ചത്. അതൊക്കെ തന്നെയാണോ മലപ്പുറത്ത് വീണ്ടും കാണാൻ പോകുന്നത്? അതിനേക്കാളും ഒട്ടും തന്നെ വ്യത്യസ്തമായൊരു ചിത്രം മലപ്പുറത്തുണ്ടാകുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും ജയിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം. അവിടെ കോണി അടയാളത്തിൽ ആര് മത്സരിച്ചാലും, ശരചന്ദ്രൻ മത്സരിച്ചാലും ഞാൻ മത്സരിച്ചാലും പോലും ജയിക്കും. അതാണ് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത. ചിഹ്നം കോണിയായിരിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ജയിക്കും. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ട് ഒരു ഫലവുമില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇനി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ തന്നെ ഇതിലെ മലപ്പുറത്ത് മത്സരിക്കണമെന്നുള്ളൊരു ചോദ്യമമാണ്. സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിന് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് വലിയ ഒരു പ്രാധാന്യം, പ്രസക്തി ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ET മുഹമ്മദ് ബഷീറിന് മലപ്പുറത്ത് എത്തിയിട്ട് പൊന്നാനി സീറ്റിൽ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിക്ക് അവസരം കൊടുക്കുക, അത് PK ഫിറോസിനും അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുറേ കൂടി ഉചിതമായിരിക്കും. കുഞ്ഞാലിക്കുട്ടിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിക്കാം. മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരു പ്രബല ശക്തി ആയതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് മന്ത്രിയായിട്ടൊക്കെ സമുദായത്തെയും പാർട്ടിയൊക്കെ സേവിക്കാനും ഉള്ള അവസരം കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ സമുദായത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കൂടുതൽ പറ്റിയത് അതെ സേവിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർലമെന്റിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു സാന്നിധ്യമൊന്നും അവിടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈസിയുടെ നിലയിലെത്തിയില്ലെങ്കിലും
ഇതിനു മുമ്പ് മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് പാർലമെന്റിൽ പോയിട്ടുള്ളൊക്കെ വളരെ പ്രബലരായ ആളുകളായിരുന്നു ഈ മുഹമ്മദ് ഇസ്മായിൽ സേട്ട്, അല്ലെങ്കിൽ പിന്നീട് ഇബ്രാഹിം സുലൈമാൻ സേട്ടു, GM ബനാത്തുവാല, അഹമ്മദ്, ഇങ്ങനെ പ്രബലരും പ്രഗത്ഭരുമായ ആളുകളാണ് അവിടെ പോയിട്ടുള്ളത്. ആ നിലയിലേക്കൊന്നും കുഞ്ഞാലിക്കുട്ടിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി എത്താൻ കഴിയുമോ എന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ നിയമസഭയിൽ അങ്ങനെയല്ലോ. കേരളത്തിൽ മന്ത്രിസഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും പ്രതിപക്ഷത്തൊക്കെ ആണെങ്കിലും അദ്ദേഹം വളരെ പ്രബലനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ തട്ടകം കേരള നിയമസഭ. ചെറുപ്പക്കാരന് ഒരു അവസരം, ഇപ്പോൾ സാഹചര്യം മുമ്പ് ചെറുപ്പക്കാരന് അവസരം കൊടുക്കണം എന്നാണ്. അത് മാത്രമല്ല ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അഹമ്മദോ മുമ്പ് മറ്റുള്ളവരുണ്ടായിരുന്നപ്പോൾ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കുറെ കൂടി ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. കുഞ്ഞാലിക്കുട്ടിയെക്കാളും നന്നായിട്ട് ET മുഹമ്മദ് ബഷീർ ചെയ്യുകയും ചെയ്യും. അതിനകത്തൊരു കാര്യം, GM ബനാത്വാല, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഇവർക്കൊക്കെ ഭാഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കളുമായിട്ടുള്ള ബന്ധം, അന്ന് കോൺഗ്രസിനൊക്കെ ഉള്ള ഒരു മേൽക്കൈ, ഇതൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു മോശം വിക്കറ്റിലാണ് PK കുഞ്ഞാലിക്കുട്ടി ബാറ്റിംഗ് തുടങ്ങുന്നത്. അഹമ്മദിനും വളരെ ദീർഘനാൾ കിട്ടി. PK കുഞ്ഞാലിക്കുട്ടിക്ക് അല്പം കൂടി സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള പ്രകടനം നടത്താൻ കഴിയും. ബില്ലിന്റെ ചർച്ചയിൽ പോലും വിമർശനമൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചാണ്. PK കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ 2019 നമ്മൾ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല, ഒരുപക്ഷെ അടുത്തൊരു ടേമിന്റെ സമയത്ത് സംസാരിക്കും. ആ നേരം കൊണ്ട് കാര്യങ്ങളെ നന്നായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ രാജ്യത്തെ സമുദായത്തെ സേവിക്കാനുള്ള, സ്നേഹിക്കാനുള്ള ഒരു UP അടങ്ങുന്ന ഒരു അധികാര സർക്കാർ വന്നാൽ ഓക്കെ, അതെ, കാര്യങ്ങൾ അതോടുകൂടി മറ്റൊരു വഴിക്ക് മാറും.